ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസ്പോണേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. കൂടാതെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എന്ത് മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്? Ace of Wands, King of Swords, Five of Wands, Two of Wands, Devil, Five of Swords. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ഏസ് ഓഫ് വൺസ്, കിങ് ഓഫ് സോർട്സും ആണ് നമുക്ക് തുടക്കത്തിൽ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ തുടക്കം വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിർത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. പകരം ജീവിതത്തിൽ ഇനിയൊരു പുതിയ തുടക്കം വേണം, പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ കിങ് ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സ്വാതന്ത്ര്യം നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യേണ്ട. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ഈ ഒരു സമയത്ത് അമിതമായി വിശ്വസിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട്. കൂടാതെ ഒരു 5 of Wands എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആരൊക്കെയോ ആയി തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർത്തുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വരാനായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആ ഒരു തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള എനർജികളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വരിക. കൂടാതെ 2 Wands എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്താണോ മനസ്സിൽ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരിക. അതായത് ഒരു ആക്ഷൻ എടുക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റാരോടൊക്കെയോ നിങ്ങൾ ഒരു തർക്കിച്ച് നിങ്ങളുടെ സമയം ഇവിടെ വേസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ നിർത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. പുതിയ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാലം എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിനായിട്ടൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഡെവിൾ കാർഡ് 5 of Swords ആണ് നമുക്ക് ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകളായിരിക്കാം, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില ശീലങ്ങളായിരിക്കാം, അത്തരത്തിലുള്ള എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ 5 of Swords എനർജിയാണ് കിട്ടുന്നത്. അതായത് സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു അതായത് ഒരു മുന്നോട്ട് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ കുടുങ്ങിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഒരു ശീലങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശീലങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തി എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരിക, പുതിയ ആക്ഷൻ എടുക്കുക, പുതിയ വഴികൾ തേടുക എന്നുള്ളൊരു മെസ്സേജാണ് പ്രധാനമായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇവിടെ നിങ്ങൾ അതിനായിട്ട് യാതൊരു പ്രവർത്തനവും നടത്തുന്നതായിട്ട് കാണുന്നില്ല.
പകരം നിങ്ങൾ മറ്റെന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടുന്നു, അവരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, ആവശ്യമില്ലാത്ത ഒരു തലവേദന നിങ്ങൾ തന്നെ സ്വയം മേടിച്ചു വെക്കുന്നു. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരിക എന്നൊരു സന്ദേശമാണ് പ്രധാനമായിട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. അതായത് പുതിയ തുടക്കം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വ്യക്തികൾ, അവരുമായിട്ടൊരു ബൗണ്ടറി വെക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.